അറബിക് ഡെസേർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എത്ര കഴിച്ചാലും മതിയാത്തൊരു ഐറ്റം കേട്ടോ കുനാഫ. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് കുനാഫ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സംഭവമാണെന്നാണ്. പിന്നെയല്ലേ മനസ്സിലായത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ കുനാഫയാണ് റെഡിയാക്കുന്നത്. അതിനായി കുനാഫ ഡോ ഇതേ ഫ്രിഡ്ജിൽ നിന്നും തണുപ്പ് മാറാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ക്രീം ഫില്ലിങ് റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു അരക്കപ്പ് പാലിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കോൺഫ്ലവർ മിക്സ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കൂടുതൽ തന്നെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ലതുപോലെ തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുനാഫ ഡോവ് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കുനാഫ ഡോവിലേക്കിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബട്ടറും കുനാഫ ഡോവും നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുനാഫേൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈവച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും ആകുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതേ കുറച്ച് മൊസറല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊസറല ചീസ് എല്ലായിടത്തും ആകുന്നത് വരെ ചേർത്ത് കൊടുത്ത് കുറച്ച് ക്രീം ഒഴിച്ച് കുറച്ചും കൂടി മൊസറല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കുനാഫ ഡോവും കൂടി എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് താഴെ ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് തിരിച്ചും മറിച്ചുവിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ കുക്കാകട്ടെ. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുനാഫ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാനിൽ തന്നെ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ റെഡിയായ കുനാഫ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത ക്രഷ് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി എന്താ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കട്ട് ചെയ്ത് കഴിച്ചാലോ. നല്ല ക്രീമിയും ക്രിസ്പി ആയിട്ടുള്ള കുനാഫയാണ്. അപ്പം ഇതുപോലെ റെഡിയാക്കാത്തവരാണെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. റെഡിയാക്കി നോക്കിയിട്ടേ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.